ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൊങ്കാലയുടെ വീഡിയോസാണ് ഞാനിവിടെ ഇടുന്നത്. ചുടുകല്ല് അടുക്കിയത് വരെ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കി ഇടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര തിരക്കായത് കാരണം ഇടാൻ ലേറ്റായി. പൊങ്കാലയുടെ ഇന്ന് രാവിലെ ലക്ഷോപലക്ഷം സ്ത്രീകൾ പൊരട്ടക്കാവ് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊങ്കാലയുടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ നിന്നത് പുതിയ കാളിയൂട്ട് പറമ്പിലായിരുന്നു. പഴയ കാളിയൂട്ട് പറമ്പ്, പിന്നെ സദ്യാലയത്തിൻ്റെ ബാക്കിൽ നാഗർകാവിൻ്റെ അവിടെയൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. നല്ല ഏരിയ ഉള്ള ഒരു അമ്പലമാണ് പൊരട്ടക്കാവ് അമ്പലം. തലേ ദിവസം അടുക്കി വെച്ച കല്ലിനെ പുലർച്ചെയാണ് ആളുകൾ നമ്പർ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്ന് കൂപ്പൺ നമ്പർ കണ്ടുപിടിക്കാൻ ഇച്ചിരി എല്ലാവരും പാടുപെട്ടായിരുന്നു. ഇത്തിരി ലേറ്റായി വന്നവർ 8:30-ക്കായിരുന്നു പൊങ്കാല തുടങ്ങിയിരുന്നത്. അപ്പോൾ വന്ന് ലേറ്റായൊക്കെ ഇട്ടവരും ഉണ്ട്, ഇടാൻ പറ്റാത്തവരും ഉണ്ട്. ഒരു അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അവർ വന്ന് നോക്കിയിട്ട് പറ്റിയില്ല, അവർ കണ്ടു കിട്ടിയില്ല സ്ഥലം. അടുത്തടുത്തായിരുന്നു കേട്ടോ അടുപ്പുകളെല്ലാം. പൊങ്കാല ഇടുന്നതിന് ശേഷം വെള്ളം മറ്റും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പണ്ടാരടുപ്പിൽ തീ കത്തിച്ച ശേഷം അവിടുന്ന് ഓരോരോ അടുപ്പുകളാക്കി തീ പകർന്ന് എല്ലാ അടുപ്പിലേക്കും പകർന്നു കിട്ടി. എല്ലാ അടുപ്പിലും തീ പകർന്നപ്പോഴത്തേക്ക് ഭയങ്കര പുകയും ചൂടും, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാര്യം അടുത്തടുത്തായിരുന്നു അടുപ്പുകൾ കൂട്ടിയിരുന്നത്. നല്ല വെയിലും തീച്ചൂടും കൂടി എല്ലാവർക്കും ഭയങ്കര പാടായിരുന്നു. എങ്കിലും അമ്മേ ഭഗവതി നമ്മളെ കാത്തോളണേ എന്നുള്ള ഒരു ഇതിൽ നമ്മളെ വീട്ടിനും കുടുംബത്തിനും നാടിനും വേണ്ടി നമ്മളിടുന്ന ഒരു പൊങ്കാലയില്ലേ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടെ പൊങ്കാല അർപ്പിക്കുകയായിരുന്നു. ഞാൻ മംഗലത്തിലാണ് പൊങ്കാല ഇട്ടത്. തിള വന്ന് തൂവിയപ്പോഴത്തേക്ക് നന്നായി മനസ്സിലേക്ക് പ്രാർത്ഥിച്ചു ദേവിയെ. പൊങ്കാല ഇട്ടതിന് ശേഷമാണ് എല്ലാവരും ഈ വെള്ളം കുടിക്കാനായിട്ട് പോയത്. കാര്യം അതുവരെ ആരും വെള്ളം കുടിക്കത്തില്ലല്ലോ. പൊങ്കാല ഇട്ട ശേഷമാണ് ഓരോരുത്തരായിട്ട് ഇത്തിരി വെള്ളമെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു കേട്ടോ. അവിടെ സൈഡിലൊക്കെ നമ്മൾ ആറ്റാൽ പൊങ്കാല പോലെ തന്നെയായിരുന്നു. കുടിവെള്ളം ഉണ്ടായിരുന്നു, മോര് കൊടുക്കുന്നുണ്ടായിരുന്നു, തണ്ണിമത്തം കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ല ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പൊങ്കാല അടുപ്പുകൾ അടുക്കി മാറ്റി വെച്ചിട്ട് എല്ലാവരും പോയി. അവിടെ ഇരിക്കുന്ന ക്ഷീണം മാറ്റാനൊക്കെ ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ വഴിക്കും അതുവഴിയൊക്കെ ആയിട്ട് പോയി. തിക്കും തിരക്കുമായിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ, അവിടെയും ക്യൂ ആയിരുന്നു. കുറേ പേര് കയറി, കുറേ പേര് കയറിയില്ല, കുറേ പേര് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിന്നു. ബാക്കിയുള്ളവരല്ലാതെ കയറി. അതിൻ്റെ ഈ തിക്കും തിരയിലിടയിൽ മാല പൊട്ടിക്കാൻ എത്തിയവരും ഉണ്ടായിരുന്നു. ഒരാളെ പിടിച്ചെന്നും പറയുന്നുണ്ട്. എല്ലാവരും കഴിച്ചും കുടിച്ചും കുറച്ച് ക്ഷീണമൊക്കെ മാറിയപ്പോഴത്തേക്ക് പിന്നെയും കലത്തിനടുത്തേക്ക് വന്നു. 10:30-ക്കായിരുന്നു നമ്മുടെ നേദിക്കുന്നത്. അപ്പോൾ പിന്നെ മാറിപ്പോയി. ഇത്തിരി എല്ലാ ക്ഷീണമൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആ സമയമായപ്പോഴത്തേക്ക് വന്ന് ഇതിൻ്റെ അടുത്ത് നിന്നു. കാര്യം ദക്ഷിണ കൊടുക്കണം, നേദിക്കണം, അതിനുശേഷം വേണം നമുക്ക് പൊങ്കാല എടുത്ത് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും മിക്കവരും പോയി ഒന്ന് സൈഡിൽ മാത്രം ചെറിയ തണലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് ഇരുന്നിട്ട്, ഇത് കണ്ടുപിടിക്കാനല്ലേ പാട്. നമ്മൾ ഇട്ട സ്ഥലം നമുക്ക് പിന്നെയും തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം അടുത്തടുത്തടുത്ത് ഈ വലിയ പറമ്പാണ്. അപ്പം അടുത്തടുത്തടുത്തിട്ട് നിൽക്കുന്നു. പിന്നെ നമ്മളെ കലങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എല്ലാവരും തലയിലും തോർത്തും എല്ലാം ഉണ്ട്. പക്ഷെ ഒട്ടും നല്ല വെയിലായത് കാരണം ആർക്കും നിൽക്കാനും ഇരിക്കാനും പറ്റില്ല. പിന്നെ പോറ്റി വന്ന് നേദിച്ചതിന് ശേഷമാണ് എല്ലാവരും പൊങ്കാല എടുത്ത് മാറ്റുന്നത്. അത് അടുപ്പിൽ നിന്ന് താഴെ ഇറക്കി വച്ചതിന് ശേഷമാണ് പോറ്റി വരുമ്പോഴത്തേക്ക് തളിക്കുന്നത്. അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോയി. പോയ വഴിയിൽ വെള്ളം കിട്ടിയവർ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി. ആർക്കും ഭയങ്കര ചൂട് കാരണം ആർക്കും ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും കിട്ടും. നല്ല രീതിയിൽ പൊങ്കാല നടന്നു കിട്ടി. ഇത്രയേ ഉള്ളൂ പൊങ്കാലയുടെ വിശേഷങ്ങൾ. ഇടാൻ താമസത്തിൽ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.